പിഷാരടി അത്യാവശ്യം ആളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ സെഷനെ പറ്റിയും ഹോർത്തോസിനെ പറ്റിയുള്ള PR വർക്കായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആള് വരിക എന്ന് പറയുന്നത് ഒരു ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ആ കലൂര് ഭാഗത്തോട് പോയപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നോ വണ്ടി ഇടിച്ച് തന്നോർത്ത് ഞാൻ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ബണ്ണ് ചായ മുക്കി തിന്നുന്നു ഒരു 150 പേര്. അപ്പോൾ ആ ഡിജിറ്റൽ സ്പേസിൽ ഈ ബണ്ണും ചായയും കൂടെ ഇന്നേ വരെ എനിക്കൊക്കെ ചെറുപ്പത്തിൽ പനി പിടിച്ചാലാണ് ബണ്ണും ചായയും. അല്ലാത്ത ദിവസം ചോറും കഞ്ഞിയൊക്കെ കുടിക്കാം. പനിയല്ലേ ബണ്ണും ചായ എന്ന് പറയുന്നിടത്ത് ബണ്ണും ചായക്ക് ആള് കൂടുന്നു. അപ്പോൾ പലപ്പോഴും ഒരു വലിയ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം നാട്ടിലിങ്ങനെ വലുതായി നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. പക്ഷെ ഹോർത്തൂസിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇന്നലെ എന്നോട് മനോരമയിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു വലിയ ജനത്തിരക്കാണ് എന്ന്. പക്ഷെ ഇതുപോലൊരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനത്തിരക്ക് എന്ന വാക്കിനേക്കാളും ജനപങ്കാളിത്തം എന്ന വാക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ വരുന്നവരെല്ലാവരും ആശയങ്ങൾ കൈമാറുന്നവരാണ്. പലതരത്തിൽപ്പെട്ട ആശയങ്ങളിൽ കൃത്യമായ വീക്ഷണങ്ങൾ ഉള്ളവരാണ്. ഒരു നേരം പോക്കിന് അതിലെ പോയി കളയുമ്പം ഒന്ന് കയറിക്കളയാമെന്ന് വിചാരിക്കുന്നവർ വളരെ വിരളമാണ് ഈ പരിപാടിക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിഷാരടി ഹോർത്തോസിന്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ തവണ കോഴിക്കോട് നടന്ന ഏറ്റവും നല്ല സെഷനുകളിൽ ഒന്ന് പിഷാരടി ആയിരുന്നു. ഞാൻ ഈ കാര്യം പറയാൻ കാരണം അന്ന് സ്ക്രീനിനെ പറ്റിയുള്ളൊരു ചർച്ചയാണ്. ഗംഭീരമായ സംഭവമൊക്കെ കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം അവസാനം ചിലർ എണീറ്റ് പറഞ്ഞു ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്, വയനാട്ടിൽ നിന്നാണ് വരുന്നത്, പിഷാരടി 4 തമാശ പറഞ്ഞിട്ടേ പോവാവൂ എന്ന്. അപ്പോൾ നമ്മളൊന്ന് ആദ്യമേ പറയേണ്ടത് നമ്മളൊരു താത്വികമായ അവലോകനമാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇവർക്കൊരു തീരുമാനം എടുക്കാൻ അത് സഹായിക്കും. അല്ല, അത് ചോദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമാണ്. ഞാൻ അരമണിക്കൂർ സെഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ മൈക്കെടുത്തിട്ട് എന്തെങ്കിലും ഒരു തമാശ പറയുമോ എന്ന് ചോദിച്ചതിന് ഞാൻ പിന്നീട് സമാധാനിച്ചത് ചോറ്റാനിക്കര അമ്പലത്തിൽ 3 മണിക്കൂർ ചെണ്ട അടിച്ചു കഴിഞ്ഞ് ജയറാമനോട് ഒരാൾ നസീറിനെ കാണിക്കുമോ എന്ന് ചോദിച്ചു. ചെണ്ട അടിച്ച് നിർത്തിയത് നസീറിനെ കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല, ആളുകൾ അങ്ങനെ ചോദിക്കുമെന്നുള്ളത്. അത് കുഴപ്പമില്ല. അവരുടെ ഒരു നമ്മളെ കാണുമ്പോൾ അത് ചെറുതായിട്ട് പ്രതീക്ഷിക്കാവുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നായുണ്ട് സൂക്ഷിക്കാന്നൊക്കെ എഴുതി വെക്കാൻ ഈ ഒരു സിംഹത്തിന്റെ കൂടിൽ മുന്നിൽ ഒരിക്കലും കടിക്കും എന്നാരും എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെ കാണുമ്പോൾ ആൾക്കാർക്കറിയാം ഇത് ചിലപ്പോൾ പിടിച്ച് കടിക്കൂ എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെ കാണുമ്പോൾ ആളുകൾ അത് വളരെ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിഷാരടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പബ്ലിക് റിലേഷനെ ചുരുക്കി നമ്മൾ PR എന്ന് പറയുന്നു. രമേശ് പിഷാരടിയെ ചുരുക്കി പറയുകയാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും, RP എന്ന് പറയും. അപ്പോൾ ഈ രമേശ് പിഷാരടിയുടെ വിജയത്തിൽ തിളക്കത്തിൽ PR-ന് എത്ര പങ്കുണ്ട്? അങ്ങനെ ബോധപൂർവമായ ഒരു PR-ന് പ്രത്യേകിച്ചൊരു പങ്കുമില്ല എന്ന് വേണം പറയാൻ. കാരണം അതിന് നമുക്കല്ലാതെ തന്നെ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയും ആ പരിപാടികൾ ഒരു മിമിക്രിയോ ഒരു തമാശ പരിപാടിയോ ഒക്കെ ജഡ്ജ് ചെയ്യാൻ ഒരു മോഹിനിയാട്ടത്തിന് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ജഡ്ജിനെ പോലെ ഒരാളിരുന്ന് അറിഞ്ഞ് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ യുവനോത്സവത്തിന് മിമിക്രി പരിപാടിക്ക് കാണുന്നവൻ ഇന്നവന് ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവന് തന്നെ ആയിരിക്കും കിട്ടുക. അത് ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് സാധാരണക്കാരനും പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ സാധാരണമായി ആളുകൾക്ക് മനസ്സിലാക്കുന്ന ഇടങ്ങളിലേക്ക് 10,000 എപ്പിസോഡും 10,000 സ്റ്റേജും 10-26 വർഷങ്ങൾ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. PR എന്നുള്ളതിനെ ഞാനിപ്പം മാറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം PR ആണ് സാറേ മെയിൻ എന്ന് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാളും വിശാല മനസ്സോട് ഇവിടെ വന്ന് നമ്മൾ പരസ്പരം സംസാരിക്കുക വഴി ജയമോഹനുമായിട്ട് സംസാരിക്കുക വഴി ഈ വിഷയം ഇവിടെ സംസാരിക്കുകയും നമുക്ക് എന്തെങ്കിലും അറിവ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കാമെന്നുള്ള ഉദ്ദേശം മാത്രമേ പ്രത്യക്ഷത്തിൽ ഈ സെഷൻ കൊണ്ട് എനിക്കുള്ളൂ. പക്ഷെ PR ഇപ്പോൾ സത്യത്തിൽ ആദ്യം ഈ അവനവനെ കുറിച്ച് നല്ലത് പറയുക എന്നൊക്കെ പറയുന്നത് വലിയ കുറവുള്ള ഒരു കാര്യമായി നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിൽ ആത്മപ്രശംസ ആത്മഹത്യാപരം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ വരികയും ഓരോരുത്തരുടെയും ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും അവനവൻ്റെ ഒരു കുഞ്ഞ് PR സ്ഥലമായി പരിണമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റെപ്യൂട്ടേഷനാണ്, നമ്മുടെ ഗുഡ്വില്ലാണ്. ആ ഗുഡ്വില്ലിനെ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിൽ നിന്നാണ് ഇതിത്ര ജനകീയമായത്. അത് രാഷ്ട്രീയത്തിലുണ്ട്, സിനിമയിലുണ്ട്, സർവോപരി സംശയിക്കപ്പെടുന്ന അവസ്ഥയിലുണ്ട്. ഇപ്പോൾ ആളുകൾ പണ്ടത്തെ പോലെയല്ല. നമ്മളോടൊരുത്തൻ നന്നായിട്ട് പെരുമാറിയാൽ അവനെ നമ്മൾ സംശയത്തോടെ നോക്കുന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവൻ എന്തിനാണ് എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്, അപ്പം ഇവൻ എന്തോ ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുത്തൻ നല്ലത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ട അതിൻ്റെ താഴെ 2 പേരെങ്കിലും വന്നിട്ട് ഇതൊക്കെ PR സ്റ്റണ്ട് അല്ലേ എന്ന് പറയും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിനിമയിൽ പോലും ഒരു നായകൻ 10 പേരെ ഇടിച്ച് വീഴ്ത്തുന്നത് വിശ്വസിക്കുന്ന അത്ര
എളുപ്പത്തിൽ ഒരാൾ 10 പേർക്ക് ഊണ് മേടിച്ചു കൊടുക്കുന്ന സീൻ ഇപ്പോൾ വിശ്വസിക്കില്ല. നന്മ മരൊന്നും പറഞ്ഞ് അവനെ എല്ലാവരും കൂടെ സൈഡാക്കി കൈ തരും. അപ്പോൾ PR അടിച്ചോ, സംശയിക്കണ്ട. ഈ കൈയടിക്ക് മാത്രമേ GST ഏർപ്പെടുത്താത്തതുള്ളൂ, അതുകൊണ്ട് ഇത് കുറെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ സംശയിക്കുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് PR പലതരത്തിൽ പല മേഖലകളിൽ കഥകളായി നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഞാൻ പിഷാരടിയുടെ കാര്യം തന്നെ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇപ്പം ഇമേജ് നന്നാക്കുക, നല്ല ഇമേജാണ് ഉള്ളതെങ്കിൽ അത് കൂടുതൽ ശക്തമായിട്ട് അവതരിപ്പിക്കുക, ഇതൊക്കെയാണല്ലോ PR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെ, രമേഷ് പിഷാരടിക്ക് എപ്പോഴെങ്കിലും തന്റെ ഇമേജ് കുറച്ചുകൂടെ നന്നാക്കണമെന്ന് പോലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പിഷാരടി കൂടെ ഇരിക്കുന്ന സ്കിറ്റിൽ, ഞങ്ങളുടെ മഴവിൽ മനോരമയിലൊക്കെ ആൾക്കാർ വന്നിട്ട് പിഷാരടി തന്നെ കളിയാക്കും. ഇപ്പോ എന്താണ് ഇങ്ങനെ കഥ പറയുന്ന ആൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ആൾ എന്നൊക്കെ. അപ്പൊ ആ ഇമേജ് ഒന്ന് മാറ്റണം PR വഴി എന്നെപ്പോഴും തോന്നിയിട്ടുണ്ടോ? നല്ല പൈസ മുടക്കുണ്ട്. അതിലും ഭേദം ഇപ്പൊ ഇമേജ് അത്ര മോശപ്പെട്ട ഇമേജ് ഒന്നും അല്ലാത്തത് കൊണ്ട് അത് മാറ്റണം എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇതുള്ള ഇമേജ് വലിയ അപകടം ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല. 10-26 വർഷമായിട്ട് വലിയ അപകടങ്ങളിലൊന്നും ചെന്നുപെടാതെ, ആരെപ്പറ്റി അപവാദം പറയാതെ, മറ്റാരുടെയും അപവാദങ്ങളിൽ പേര് വരാതെ വളരെ മാന്യനായിട്ട് ഇതുവരെ നിന്നിട്ടുള്ളതുകൊണ്ട് അതിനുവേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യകത ഇപ്പോൾ എനിക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഈ കഥ പറയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ മറ്റവരും കളിയാക്കുക. അതിനകത്തൊരു വലിയ പങ്കുണ്ട്. ഈ ഹരാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മനുഷ്യനിങ്ങനെ ലോകത്തിലെ ഏറ്റവും വിശേഷ ബുദ്ധിയുള്ള, ലോകത്തെ അടക്കി ഭരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്ന് മനുഷ്യന് മാത്രമേ അറിയാവുള്ളൂ. വേറെ ഒരു ജീവിക്കും ഈ സത്യം അറിയത്തില്ല, നമ്മൾ അടക്കി ഭരിക്കുന്നവരാണ് എന്നുള്ളത്. അതങ്ങനെ ആകാൻ കാരണം നമ്മുടെ ഒരു കോർഡിനേഷൻ കപ്പാസിറ്റിയാണ്. അങ്ങനെ കോർഡിനേഷൻ കപ്പാസിറ്റി ഉണ്ടായതിന് പിന്നിൽ കഥകൾക്ക് വലിയ പങ്കുണ്ട്. കഥകളെന്ന് പറയുന്നത് ആരോപിത മൂല്യം എന്ന് പറയുന്ന ഒന്നാണ്. ആരോപിത മൂല്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും ഒരു പരിധിവരെ കഥകളാണ്. ആ കഥകൾ നമ്മൾ വിശ്വസിക്കുന്നു. രാജ്യത്തിൻ്റെ അതിർത്തികൾ മനുഷ്യനുണ്ടാക്കിയ ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്. ഒരു ബോർഡറിന് ഇപ്പുറത്ത് പാകിസ്ഥാനാണെന്നും ഇപ്പുറത്ത് ഇന്ത്യ ആണെന്നും ഒരു കാക്കയ്ക്കോ ഒരു പൂച്ചയ്ക്കോ മറ്റൊരു ജീവിക്കും ഈ ലോകത്ത് അറിയില്ല. നമുക്ക് മാത്രമാണ് അവിടെ ഒരു വരയുണ്ടെന്നും ഈ വരയ്ക്ക് ഇപ്പുറം ഈ രാജ്യമാണെന്നും ഇപ്പുറം ഈ രാജ്യമാണെന്നും അറിയുള്ളൂ. നമുക്ക് മാത്രമാണ് 100-ന്റെ നോട്ടിന് 100-ന്റെ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന. അപ്പോൾ അങ്ങനെ എല്ലാ ഫിക്ഷണൽ സ്റ്റോറീസ്, അങ്ങനെയുള്ള കഥകളിലാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാനൊരു പാർട്ടിയുടെ കൊടിയെടുത്ത് വലിച്ചു കീറിയാൽ എല്ലാവരും വന്ന് എന്നെ തല്ലാൻ കാരണം അതൊരു തുണിയാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ആ കൊടിയിന്മേൽ ഒരു വലിയ ആരോപിത മൂല്യമുണ്ട്. ഇതിനകത്തൊരു വലിയ കാര്യങ്ങളുണ്ട്, വലിയ ആശയങ്ങളുണ്ട്. അത് ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിർത്തുന്ന ഒരു ചിഹ്നമാണ് അതിലുള്ളത് എന്നൊക്കെ ഉള്ള ആരോപിത മൂല്യങ്ങളുണ്ട്. അപ്പോൾ PR-ന്റെ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കഥകൾ ഉണ്ടാക്കപ്പെടുക, കഥകൾ കാണിച്ചു കൊടുക്കുക, മറ്റൊരാളെ പറ്റി കഥകൾ മെനയുക, പറയുക, ആ കഥകളിലെ നല്ല വേഷങ്ങൾ, നല്ല കഥാപാത്രങ്ങളായി ഈ പറയുന്ന ആളുകളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് PR ഏജൻസികളുടെ, ഒരു 15 വർഷം മുമ്പ് PR ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടോ എന്നറിയില്ല. കമ്പനികളിൽ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതൊരു ബന്ധം നിലനിർത്താനാണ്. ഇമേജ് നിലനിർത്തുന്നതിനോ ഇമേജ് വളർത്തുന്നതിനോ വേണ്ടിയുള്ള കാര്യമായിരുന്നില്ല. ഇപ്പോൾ PR ഏജൻസി എന്ന് പറയുന്നത് വലിയ തോതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കി അതിൻ്റെ പുറകെ നമ്മൾ നടന്ന് മാനേജ് ചെയ്യേണ്ട ഒരു സ്ഥലമായി വളർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പല PR-കളുടെയും അതിൻ്റെ പലതിലും പെട്ടിരിക്കുന്നവരാണ് നമ്മൾ വിശ്വസിക്കുന്ന പലതും. നമ്മൾക്ക് ഇതുപോലെ പറഞ്ഞു തന്ന, നമ്മൾ കേട്ട കഥകളിലൂടെയാണ് പലതും അതല്ല സത്യം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഈ സാധാരണക്കാരും PR ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ പേജ് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഇന്ന് വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു സെഷൻ ഉണ്ടെന്നുള്ള സ്റ്റാറ്റസും സ്റ്റോറിയും ഇട്ടു. അപ്പോൾ അതൊരു അറിയിപ്പാണ്. അതിനോടൊപ്പം തന്നെ രമേഷ് പിഷാരടിയെ പോലൊരു മഹാനുമായിട്ടൊക്കെ സ്റ്റേജ് പങ്കിടുന്ന ഒരാളാണ് ഞാൻ എന്നൊരു PR കൂടി അതിലുണ്ട്. ഇന്ന് ഇത് കഴിഞ്ഞാലും നമ്മൾ ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഇടും. അതും ഞാൻ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കും. എന്നെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആൾക്കാർ കാണണമെന്ന് മറക്കരുത് ഇത് കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും PR ചെയ്യുന്നത് കൊണ്ടാണോ ഇതങ്ങ് വളരെ സാധാരണമായി മാറിയത്, അല്ലെങ്കിൽ PR ചെയ്യുന്നു എന്ന് പറഞ്ഞ് കളിയാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായത്? അത് എല്ലാവരും ചെയ്തു തുടങ്ങുന്നുണ്ട്. ഞാൻ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ണടയുടെ ഉദാഹരണം പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. എല്ലാവരും ചെയ്തു തുടങ്ങുമ്പോൾ ഒരു കാര്യം സാധാരണത്വമായിട്ട് തോന്നും. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാം PR എന്ന് പറയുന്ന അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന ചില ഏരിയകളിൽ നമ്മളുടെ ചില അംഗീകാരങ്ങൾ, ഇപ്പം നിങ്ങളൊരു ഫോട്ടോ ഇടുന്നതിന് 100% PR-ന്റെ ഹെഡിങ് കൊണ്ട് വെക്കാൻ പറ്റില്ല. നമ്മൾ പല വീടുകളിലും പോയാൽ അവിടുത്തെ പിള്ളേർക്ക് കിട്ടിയ ട്രോഫി ഷോക്കേസിൽ വെച്ചേക്കുന്ന കാണാം. അത് നമ്മൾ ചെല്ലുമ്പോൾ ഈ മോൻ അത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം നമ്മളെ അറിയിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒരു വലിയ നമ്മൾ ചർച്ച ചെയ്യുന്ന, നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു PR-ന്റെ അത്രയും
ആഴത്തിലുള്ളതല്ല. അതൊക്കെ ചെറിയ മനസുഖങ്ങളുടെ ഭാഗമായ ചെറിയ ചെറിയ അംഗീകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ മനസ്സുഖം ഇങ്ങനെ നോർമലായി കഴിഞ്ഞപ്പോഴുള്ള കുഴപ്പം, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പമുള്ള പടം ഇട്ടില്ലെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാത്ത ആളാണെന്നോ, ഞാൻ ഡൈവോഴ്സ് ചെയ്ത ആളാണെന്നോ, ഞാൻ ഭാര്യയെ സ്നേഹിക്കാത്ത ആളാണെന്നോ ഒക്കെ വിചാരിക്കാം. കൂട്ടുകാർക്കൊപ്പമുള്ള പടം ഇട്ടില്ലെങ്കിൽ എനിക്ക് കൂട്ടുകാരില്ലെന്ന് വിചാരിക്കാം. ബർത്ത്ഡേയുടെ പടങ്ങൾ ഇട്ടില്ലെങ്കിൽ ഞാൻ ജനിച്ചില്ല എന്ന് പോലും ആൾക്കാർ വിചാരിക്കാം. അപ്പോൾ അങ്ങനെ സ്വന്തം നിലയ്ക്ക് പോലും PR ചെയ്യാൻ നമ്മളങ്ങ് നിർബന്ധിതരാവുകയല്ലേ? അതെ, മറ്റുള്ളവരുടെ അങ്ങേ നിങ്ങൾ വിവാഹിതനല്ല എന്ന് നാട്ടുകാർ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്നേഹമില്ലാന്ന് നിങ്ങളുടെ ഭാര്യ വിചാരിക്കുന്ന അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇട്ടില്ല ഫോട്ടോ എന്ന് പറഞ്ഞിട്ടേ, ഇതാണ് ഇതിന്റെ ഒരു വലിയ വിഷയം. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു പറഞ്ഞ കോണ്ടക്സ്റ്റ് പറയണം, ഒരു വിവാഹ ഫോട്ടോ, അവനും ഭാര്യയും കൂടെ വാഴത്തോട്ടത്തിൽ ബൊക്കെയൊക്കെ പിടിച്ച് നിൽക്കുന്ന പഴയ ഫോട്ടോ. അതിന്റെ അല്പം അതിങ്ങനെ ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവൻ്റെ ഒരു പുതിയ കാറിന്റെ മുന്നിൽ ജുബ്ബയൊക്കെ ഇട്ട് ഇവനും ഭാര്യയും കൂടെ നിൽക്കുന്ന ഇവന്റെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ. ഇത് രണ്ടുപേരും കൂടെ ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ടിട്ട് എന്നെ ഇണങ്ങിയും പിണങ്ങിയും 15 വർഷങ്ങൾ പ്രിയെ എന്നെ സ്നേഹിച്ചതിന്, സഹിച്ചതിന്, കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന് എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് ഇവന്റെ ഒരു തുറന്ന കത്ത്. അതിന്റെ ലാസ്റ്റ് ലവ് കാൺ ബി ബോട്ട്, ഇറ്റ് ഈസ് പ്രൈസ്ലെസ് ആൻഡ് ഫ്രീ, ലവ് ലൈക്ക് പ്യുവർ മാജിക് ഈസ് എ സ്വീറ്റ് മിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇംഗ്ലീഷ്. ഇതൊക്കെ ChatGPT ഇവൻ ഇത്ര ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ. ഇതൊക്കെ ഇട്ടിരിക്കുന്നു ഇവൻ ഇതൊക്കെ ഇട്ട് ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് ചെയ്തവൻ ഒരാഴ്ച മുമ്പ് ഒരു ബാറിൽ എന്നോടൊപ്പം ഇരുന്ന് നിറകണ്ണുകളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു റോങ് ചോയ്സ് ആയി പോയി എന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. പ്രീഡിഗ്രിക്ക് നമ്മുടെ കൂടെ പഠിച്ച ശ്രീകല തന്നെ ആയിരുന്നു ഭേദം എന്ന്. ഏറ്റവും വലിയ രസം നിങ്ങൾ പറഞ്ഞ സ്ഥലമാണ്. അടുത്ത ആഴ്ച എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. 12 മണിക്ക് ഭാര്യ നോക്കുകയാണ്, ഞാൻ ഈ സൈസ് എന്തെങ്കിലും പരിപാടി കാണിക്കുന്നുണ്ടോ, എന്നിട്ട് അവനെ കണ്ടുപിടിക്കാൻ പറയാണ് എന്നോട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതെന്താ പറയുക, കാണിച്ച് ചെയ്യുന്നതിൻ്റെ ഗുണമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും വഴിയരികിൽ നിൽക്കുകയാണ്. അപ്പം എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകൻ ദൂരെ നിന്ന് നടന്നു വരികയാണ്. അധ്യാപകനെ ദൂരെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മുണ്ടിൻ്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ടു. അധ്യാപകൻ തൊട്ടടുത്തെത്തിയപ്പം അധ്യാപകൻ കാണെ ഇവൻ മടക്കിക്കുത്ത് അഴിച്ചിട്ടു. പിന്നീട് പല സ്ഥലങ്ങളിലും അധ്യാപകൻ ഇവൻ ഭയങ്കര ഗുരുഭക്തി ഉള്ളവനാണെന്ന് പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ഇത് കാണിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം, അങ്ങനെ പ്രിവിലേജുകൾ കിട്ടാറുണ്ട്. അപ്പൊ ഈ സ്വന്തം PR കാണിക്കുന്ന ആൾക്കാർ, അങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാം ഒരു അവസരമാക്കും. ഇപ്പം മരണങ്ങൾ പോലും അവർക്ക് വലിയ അവസരമാണ്. അപ്പം പല ആൾക്കാരും മരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിലുള്ള അനുശോചനത്തെക്കാൾ കൂടുതൽ ഞാനും ഇയാളും തമ്മിൽ ഭയങ്കര ചങ്കായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറും. അതൊക്കെ ചിലപ്പോ ബോറായിട്ട് തോന്നാറില്ലേ? നന്നായിട്ട് തോന്നാറുണ്ട്. ഇതിൽ വ്യക്തിപരമായി ചെയ്യുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് എപ്പോഴും തോന്നുന്നത് വലിയൊരു ഭരണം മാറാൻ, വലിയ ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാൻ, അത് പിന്നെ അത്ര എളുപ്പമല്ല. പക്ഷേ രാഷ്ട്രീയ മേഖലകളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നത് വളരെ കൂടുതലാണ്. നമ്മൾ ഒരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി കണ്ട കാര്യമാണ്. ഞാനൊരു 3 ചീട്ട് നിങ്ങൾക്ക് നേരെ നീട്ടിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചീട്ട് എടുത്തോളാൻ പറയുന്നു. നിങ്ങൾ ആ ചീട്ട് എടുക്കുന്നു. തുടർന്ന് ഞാൻ പറയുന്നു, അത് ആ ചീട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതത്തോടെ അതെ എന്ന് പറയുന്നു. ഈ മാജിക്കിൻ്റെ ബേസിക് ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്കിഷ്ടമുള്ള ചീട്ട് എടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങളെടുത്തത് എനിക്കിഷ്ടമുള്ള ചീട്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ മാജിക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ പല കാര്യങ്ങളിലും പല കഥകളിലൂടെ പല ആളുകളെ പറ്റി, പല ആശയങ്ങളെ പറ്റി, പല കാര്യങ്ങളെ പറ്റി നമ്മളെ അറിയിക്കുന്നുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കാനാകാതെ പെട്ടുപോകുന്നുമുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ രാഷ്ട്രീയത്തിലെ PR പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, അടുത്തിടെ VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ സുജാ സൂസൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ സൂര്യനെല്ലി സംഭവം നടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പെൻഷൻ തുകയിൽ നിന്ന് പൈസ എടുത്ത് ഈ കുടുംബത്തിന് കൊടുത്തിരുന്നതാണ്. അത് VS ഒരിടത്തും പറഞ്ഞ് കേട്ടിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് പുറത്തു വരുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ പലരും ഒരു മുട്ടായി ഒരു കുട്ടിക്ക് കൊടുത്താൽ പോലും അതിന്റെ റീൽ ഉണ്ടാക്കുക, അതിന്റെ ഫോട്ടോ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു തലമുറ രാഷ്ട്രീയക്കാരൊക്കെ ശരിക്കും ഇത് മിസ് ചെയ്ത് കളഞ്ഞ ആൾക്കാരല്ല. അതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഇന്ന MP ഫണ്ട് ഉപയോഗിച്ച്, ഇന്ന MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്താന്ന് പറഞ്ഞ ഒരു ഒറ്റ വെയിറ്റ് ഷെഡ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അതെല്ലായിടത്തും വെക്കാൻ എല്ലാ MLA മാരും എല്ലാ MP മാരും വളരെ നിർബന്ധിതരാണ്. ഇതൊരു അനിവാര്യത അല്ല എന്ന് സമർത്ഥിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെയധികം മാനിപ്പുലേറ്റഡ് ആണ് എന്ന് നമ്മൾ ചെറുതായി മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് പറയാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഇപ്പം രാഷ്ട്രീയക്കാരാണ് ഏറ്റവും നന്നായിട്ട് PR ഉപയോഗിക്കുന്നത്. പണ്ട് 84 തോന്നുന്നു
രാജീവ് ഗാന്ധി ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഏജൻസിയെ സമീപിച്ചപ്പോഴത്തേക്ക് ഇത് വലിയ വാർത്തയായിരുന്നു, ഇങ്ങനെ PR ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുകയാണ്, ഒരുപാട് പ്രൊഫഷണൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഇത് കാണാം. അപ്പോ രമേശ് പിഷാരടി ഒരു ഇലക്ഷന് നിൽക്കുമ്പോൾ, ചിലപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷന് മത്സരിക്കുമ്പോൾ എന്തായിരിക്കും PR സ്ട്രാറ്റജി? അതൊന്നും പറയാൻ പാടില്ല. അല്ല, മത്സരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണെന്ന്. അത് നമ്മൾ പറയത്തില്ലല്ലോ, ഉണ്ടെങ്കിൽ തന്നെ. അത് സ്ട്രാറ്റജി എന്നുള്ളതല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. നമ്മളെ എന്തോ എന്റെയും ജയമോഹന്റെയും നല്ല മനസ്സുകൊണ്ട് നമ്മൾ നമ്മളുടെ നല്ലതുകൾ പറയുന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ PR മറ്റൊരുത്തനെ മോശമായി കാണിക്കുന്നതിന് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിലെ വേറൊരു സ്ഥലം. ഒരാളെ പറ്റി നമ്മൾ കേൾക്കുന്ന കഥകൾ, അയാളെ പറ്റി പല സന്ദർഭങ്ങളിലായി നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞ് നമുക്ക് മറ്റൊരാള് വളരെ കുറഞ്ഞവനാണെന്നും പറ്റിയവനല്ലെന്നും തോന്നിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ദൂഷ്യവശം. അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ അവന്റെ കയ്യിൽ കോപ്പൊരുക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പെട്ടുപോകും. അല്ല, മറ്റതിലൊരു ക്ലാരിറ്റി കിട്ടിയില്ല. അപ്പൊ മത്സരിക്കുന്നില്ലേ? എന്തോ അടുത്ത നിയമസഭാ ഇലക്ഷൻ അത് നേരിട്ട് ചോദിച്ചാൽ പോരെ? ഇത് ഇത്രയും വിളക്കണം. അത് ഞാനും ഇത് കേൾക്കുന്നുണ്ട്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ട് എന്നൊക്കെ. ഒന്ന്, പ്രായപൂർത്തിയായ വോട്ടവകാശമുള്ള ആർക്കും എവിടെയും മത്സരിക്കാം. അത് നമ്മൾ ഇടയ്ക്ക് മറന്നു പോകുന്ന കാര്യം. ഇവിടെ ഇരിക്കുന്ന ആരോടും ചോദിക്കാൻ പ്രസക്തിയുള്ളൊരു ചോദ്യമാണിത്. മത്സരിക്കുന്നുണ്ടോ എന്ന് ആർക്ക് വേണമെങ്കിലും എവിടെയെങ്കിലും മത്സരിക്കാം. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ മത്സരിക്കാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഞാൻ എൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ്. UDF-നൊപ്പം നിന്ന് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അത് ഞാനൊരാൾ ഒറ്റയ്ക്കെടുക്കേണ്ട ഒരു തീരുമാനമല്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നീ ഒറ്റയ്ക്കെടുക്കുന്നില്ല, ശരി, ഇങ്ങനൊരു ചോദ്യം ഉണ്ടായി, അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ഈ ചർച്ചയിൽ പെട്ടെന്ന് ഉത്തരം പറയത്തക്ക രീതിയിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു ഉത്തരമല്ല അതിനുള്ളത്. കാരണം ഞാനൊരു 26 വർഷമായിട്ട് വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ച്, TV-യിൽ പരിപാടികൾ അവതരിപ്പിച്ച് ഉപജീവനം കഴിഞ്ഞു പോകുന്ന, അതുമായി സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരാളാണ്. എൻ്റെ വരുമാനം, എനിക്ക് എന്തുമാത്രം സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ പറ്റും, ഞാൻ എങ്ങനെയൊക്കെ ആയിരിക്കണം അതിൽ നിൽക്കേണ്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വീട്ടുകാരുൾപ്പെടെ പിന്നീട് ചിലപ്പം വേറെ ആരെങ്കിലും ചെയ്യുന്ന PR-ന്റെ ഭാഗമായി എനിക്ക് വരുന്ന ആരോപണങ്ങളെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള ബോധ്യം എൻ്റെ വീട്ടുകാർക്കുണ്ടെന്ന് മനസ്സിലാക്കിയൊക്കെ ശേഷം ഒരാഴ്ചയെങ്കിലും ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണത്. അതിപ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ല. നല്ല നെഗറ്റീവ് അല്ല ഈ പറഞ്ഞ അതിന്റെ ഉത്തരം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് അറിയില്ല എന്നാ പറഞ്ഞത്. നെഗറ്റീവ് അല്ല എന്നല്ല പറഞ്ഞത്, ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ചാടിക്കേറി ഉത്തരം പറയേണ്ട ഒരു കാര്യം, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റാനുള്ള സമയം, സന്ദർഭം, ചുറ്റുപാടുകൾ എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ എനിക്ക് ഒരാഴ്ചയെങ്കിലും സമയം വേണം. ഇപ്പം ഞാൻ ഇന്നും നാളെയും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നടക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് അലയുന്നത് കൊണ്ട് അതിനൊരു ഉത്തരം എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചാൽ അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ഞാൻ വെറുതെ ഇരുന്നത് ആലോചിക്കണത്തിന് എന്നോട് ആരും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളല്ലാതെ. പിടുത്തം കിട്ടിയോ? എന്നോട് UDF-ന്റെ നേതൃത്വം ഇത് ചോദിച്ചാലല്ലേ ഞാൻ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ജയമോഹൻ എന്നോട് അടുത്ത ഇലക്ഷൻ നിൽക്കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒരാഴ്ച ദൈവമേ ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് അത് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. അത് ആവശ്യം വരുമ്പോൾ ഞാൻ ആലോചിക്കും. ഇന്നലെ സാക്ഷാൽ കമലഹാസനെ സാക്ഷിയാക്കി താങ്കളുടെ ചങ്ക് സുഹൃത്തായ മഞ്ജു വാര്യരോട് ജോണി ലോക്കോസ് ചോദിച്ചിരുന്നു, ഇങ്ങനെ പിഷാരടി പറ്റീനെ കേൾക്കുന്നുണ്ടെന്ന്. അത് നിഷേധിച്ചിട്ടില്ല മഞ്ജു. അത് നിങ്ങൾ എന്നോട് മഞ്ജു പ്രധാനമന്ത്രി ആണോ എന്ന് ചോദിച്ചു നോക്കിയേ. ഞാൻ നിഷേധിക്കുകയല്ല. അത് മഞ്ജു എങ്ങനെ നിഷേധിക്കാതിരിക്കുകയോ ചെയ്യും. മഞ്ജുവിന് അത് അറിയത്തില്ലല്ലോ ഈ കാര്യമൊക്കെ. ചില ചടങ്ങിനൊക്കെ മഞ്ജു ഇതൊക്കെ ഇരിക്കും. ഞാൻ ഈയിടയ്ക്ക് ഒരു ചടങ്ങിനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില നേതാക്കളൊക്കെ വരുമ്പോൾ മഞ്ജു ചെറുതായിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങേരുടെ പേരെന്താന്നൊക്കെ ചോദിക്കാറുള്ള ആളാ. ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുള്ള ആളാ. കാരണം അറിയത്തില്ല ചിലരെയൊക്കെ ഇവർക്ക്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ മഞ്ജുവിനോടത് ചോദിച്ചതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ സങ്കടമല്ല, കമലഹാസൻ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അപ്പൊ മഞ്ജു വാര്യർ വരെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് PR-ന്റെ സിനിമയിലെ അവതാരങ്ങൾ നോക്കാം. സിനിമ ആൾക്കാരുടെ സമയം ആവശ്യപ്പെടുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ PR രംഗത്ത് വലിയ കോമ്പറ്റീഷൻ അവിടെയുണ്ട്. ഇപ്പോൾ പഴയ പോലെ ഒരു റിലീസ് അടിച്ച് പത്രങ്ങളിൽ കൊടുക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് അവിടുത്തെ PR ഏരിയ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സിനിമയുടെ PR-ഉമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർവ്യൂകൾ കൊടുക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് ശരിക്ക് ഗുണം കിട്ടുന്നുണ്ടോ? ചെറിയ പടങ്ങൾക്ക് ഉണ്ട്.
ചെറിയ പടങ്ങൾ ഇത്രയും ഒരു ഡാറ്റ ഫ്ലഡ് ഉള്ള കാലത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, അതായത് ഒരു 20 മിനിറ്റിൽ താഴെ ദൂരദർശനിൽ ഉണ്ടായിരുന്ന വാർത്തയിൽ നിന്നും 20 വാർത്താ ചാനലുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തി നിൽക്കുന്ന, അതിൻ്റെ കൂടെ ഒപ്പം മറ്റു കാര്യങ്ങളും കിട്ടുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ കുറച്ച് ഇൻ്റർവ്യൂകളും കുറച്ച് പ്രൊമോഷൻ്റെ ഇതുമൊക്കെ ആവശ്യങ്ങളുണ്ട്. പക്ഷേ വലിയ ഒരു ഹീറോയുടെയൊക്കെ സിനിമയെ സംബന്ധിച്ച് അതിന് കുറച്ച് അവരുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ അതിന് ഓർഗാനിക്കായിട്ട് കുറേ പരസ്യവും കാര്യങ്ങളും ഒക്കെ കിട്ടും. പിന്നെ ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഓരോ സിനിമയ്ക്കും ഓരോ തരം ചോദ്യങ്ങളുള്ളതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു മാനുവൽ കിട്ടും, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ സിനിമയും നിങ്ങൾ എങ്ങനെ സമീപിക്കണം, എങ്ങനെ കാണണം, എന്താണിത് എന്നൊരാമുഖം പറഞ്ഞു വെക്കേണ്ട ഉത്തരവാദിത്വം സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ളതുകൊണ്ടാണ് വലിയ സിനിമകളുടെ ഇൻ്റർവ്യൂ നടക്കുന്നത്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്താലും നേരത്തെ നിങ്ങൾ ഈ ചോദ്യത്തിന് ആദ്യം പറഞ്ഞതുപോലെ സിനിമയിലെ ആളുകൾ ഇപ്പോൾ പലരും പറയും ഞങ്ങൾ 1000 രൂപയെങ്കിലും ഇല്ലാണ്ട് ഒരാൾക്ക് തിയേറ്ററിൽ പോകാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതൊന്നുമല്ല. സിനിമയിലെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടൈമാണ്. ഒരു മോശം അഭിപ്രായമുള്ള സിനിമ ഫ്രീ ആയിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞ് കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളും രാത്രി തുറന്നിട്ടാലും ആരും പോയില്ല. സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ അതിനെ പൈസ കൊണ്ട് അളക്കരുത്. ആളുകൾക്ക് അവനവൻ്റെ സമയത്തിന് വലിയ മൂല്യമുണ്ട്. സമയം കളഞ്ഞ് അവിടെ പോയി ഇരിക്കാൻ പലരും തയ്യാറല്ല. അത്രയധികം എൻ്റർടൈൻമെൻറ്റുകൾ അവർക്ക് അല്ലാതെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചോദ്യത്തിന് പ്രകാരം സിനിമയ്ക്ക് PR ആവശ്യമാണ്, അത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് എത്തിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ PR ഇന്റർവ്യൂ വൻ ഹിറ്റായി സിനിമ അങ്ങനെ ആയില്ല എന്ന്. അതാണ് സിനിമയെക്കുറ്റി പറയുന്ന ഇൻ്റർവ്യൂകൾ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതിൻ്റെ റീച്ചും ഒക്കെ ആൾക്കാരുണ്ട്. നമ്മൾ ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ഡിജിറ്റ്സ് എല്ലാത്തിനും ഒരു അക്കത്തിൻ്റെ കണക്ക് വന്നു. അക്കം എത്ര ഉണ്ട്, ഇന്ന് ട്രെയിലർ ഇറക്കി നാളെ 10 മില്യൺ, ഇന്ന് സിനിമ ഇറക്കി നാളെ 100 കോടി, ഇന്ന് ഇത്ര ആൾ വന്നപ്പോൾ എണ്ണം ഒരു വലിയ കാര്യമായി. ഇതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് പലപ്പോഴും കലാപരമായ കാര്യങ്ങളിലോ ഒക്കെ ഉള്ള ചർച്ചകൾ കുറഞ്ഞുകൊണ്ട് എല്ലാത്തിനും എണ്ണമാണ്. പാട്ടുകാർ പോലും ചിലപ്പം അയച്ചെന്ന് ഡു വാച്ച് മൈ സോങ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പാട്ട് ഞാൻ കേൾക്കാറാണല്ലോ പതിവ്. അത്രയധികം വിഷ്വലിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണം ഇൻ്റർവ്യൂ ഹിറ്റായി എന്ന് പറയുന്നതും ട്രെയിലർ ഹിറ്റായി എന്ന് പറയുന്നതും ഈ എണ്ണം ആളുകളുടെ എല്ലാം കയ്യിൽ ഇതിരിക്കുകയാണല്ലോ. ആളുകൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇൻ്റർവ്യൂ ഹിറ്റാവും, അതുമായിട്ട് സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ഇൻ്റർവ്യൂ കൊടുത്തില്ലെങ്കിലും നല്ല പടം ഓടുകയും ചെയ്യും. ചില ഇത് കണ്ടിട്ടുണ്ട്, ഈ സിനിമാ താരങ്ങൾ ഈ ഇത്തരം PR ഇന്റർവ്യൂകൾ വല്ലാതെ എൻജോയ് ചെയ്യുന്നതായിട്ട്. കാരണം അവർ മറ്റ് മാധ്യമങ്ങളെ ഈ പറയുന്ന ജേർണലിസ്റ്റുകളെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള ഇന്റർവ്യൂകൾ കൊടുക്കാനാണോ? കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ എടാ പോടാ എന്ന് വിളിക്കാം, തിരിച്ചൊന്ന് കളിയാക്കാം. മറ്റേ സ്ഥലത്ത് അതൊന്നും നടക്കില്ല എന്നതുപോലെയുണ്ട്. അത് ഇത് നമ്മുടെ വിഷയവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒന്നല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കൊടുത്ത ഡയലോഗുകൾ പറയുന്ന പോലെയോ ഒന്നുമല്ല. ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പം ഒരു ചെറിയ നാക്കുപിഴ, എന്തെങ്കിലും ഒരു അർത്ഥം മാറി ഒരു വരിയൊക്കെ പറഞ്ഞു പോയാൽ ഇതിൻ്റെ പേരിൽ വലിയ അബദ്ധമാവും. നമ്മൾ ഒരാൾ നല്ലവനാണെന്ന് ഫിക്സ് ചെയ്യാൻ അയാളെ വർഷങ്ങളോളം പരീക്ഷണത്തിനിട്ട് പഠിച്ച് അയാളെക്കുറിച്ച് മനസ്സിലാക്കി അയാളുടെ സ്വഭാവം അപഗ്രഥിച്ച് ഒരുപാട് കടമ്പ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരാൾ നല്ലവനാണെന്ന് പറയുന്നത്. ഇവൻ ചീത്തയാണെന്ന് പറയാൻ ഇവൻ്റെ വായിന്നൊരു വാക്ക് കിട്ടിയാൽ മതി. നമ്മൾ എയറിലായി പൊങ്കാല എന്നൊക്കെ പറയുന്ന വാക്കുകൾ കൊണ്ട് ഇത് അപ്പുറത്തേക്ക് പോകും. ഈ ഭയം കൊണ്ടാണ് ഇവർ അത്ര ഗൗരവമില്ലാത്ത ഇൻ്റർവ്യൂകളിൽ പോയിരിക്കുന്നത്. ഇന്ന് ഗൗരവമുള്ള ഇൻ്റർവ്യൂ ചെന്നാൽ എന്തെങ്കിലും വായിന്ന് വീണ് പോയാൽ ഇത് വലിയ അബദ്ധമാവും എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ അവരങ്ങനത്തെ ഇൻ്റർവ്യൂകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നില്ല. ഈ PR-ന്റെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഒരുപാട് രൂപങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാണ് വിവാദം. അതായത് നേരിട്ട് ഇത് കാണണം, എൻ്റെ പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ എൻ്റെ സിനിമ കാണണം എന്ന് പറയുന്നതിനേക്കാൾ ആ സമയത്ത് ഒരു വിവാദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്നൊരു വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണോ? ചിലർ സിനിമയിലൊക്കെ ആ സിനിമയ്ക്കെതിരെ ആ സിനിമക്കാർ തന്നെ കേസ് കൊടുക്കാറുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അത് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സിനിമയുടെ ഗുണം പോലെ ഇരിക്കുള്ളൂ. പക്ഷേ വിവാദം എപ്പോഴും സിനിമയുടെ റീച്ചിന് നല്ലതാണ്. നമ്മളൊരു ന്യൂസ് ചാനലിൽ ഒരു സ്ട്രിപ്പ് നിങ്ങളുടെ ചാനലിൽ ഇടണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം? നേരെ മറിച്ച് ആ സിനിമയെ പറ്റി 3 ദിവസം 4 ചാനലിൽ ഡെയിലി സന്ധ്യക്ക് അരമണിക്കൂർ ചർച്ച ഫ്രീ ആയിട്ട് നടക്കുമെങ്കിൽ ഒരു കേസ് ഉണ്ടാകുന്നതിന് എന്താ നഷ്ടം? എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യില്ലേ ഈ സിനിമയെ പറ്റിയിട്ട്? അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ക്ലിപ്പുകൾ കാണിക്കും, ഇതിനെപ്പറ്റി പറയും. അപ്പം വിവാദങ്ങൾ ഉണ്ടാകുന്നത് സിനിമയുടെ റീച്ചിന് നല്ലതാണ്. പക്ഷെ സിനിമ നല്ലതല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല ആര് വിചാരിച്ചാലും.
നമ്മുടെ ആളുകൾക്ക് പെട്ടെന്ന് പരിചയമുള്ളൊരു ഈ PR പ്രാന്തനാണ് പ്രാഞ്ചിയേട്ടൻ. പ്രാഞ്ചിയേട്ടന് വലിയ ആഗ്രഹമായിരുന്നല്ലോ ഈ PR നടത്തുന്നതിന്. അദ്ദേഹം അതിന് ഈ പത്മശ്രീ ഒരു പുരസ്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ അങ്ങനെ അത് ഒരു പക്ഷേ വല്ലാതെ റിലേറ്റ് ചെയ്യപ്പെട്ടതും ആൾക്കാർ ആവർത്തിച്ച് കാണുകയും ഇപ്പോൾ ഓർക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം. അത് പത്മശ്രീ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഡോക്ടറേറ്റ് ആയിരിക്കാം. ഡോക്ടറേറ്റ് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സംവിധാനം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹത്തെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്ന ആളെന്ന രീതിയിൽ പിഷാരടി അത്തരം പ്രാഞ്ചേട്ടന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന പദവികൾ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് തുടങ്ങിയ സംഗതികളൊക്കെ ആഗ്രഹിക്കുന്ന അതുവഴി PR നടത്തുന്ന ആൾക്കാരെ പരിചയമുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മളൊരു ഓട്ട മത്സരത്തിൽ ഓടുന്നവൻ വളരെ വേഗത്തിൽ ഓടുന്നത് അവന് ജയിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണല്ലോ. ഇതിൻ്റെ എൻഡിലൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ആളുകൾക്ക് സന്തോഷമാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിലെ വേറൊരു ഏരിയ, പണം എന്ന് പറയുന്ന ഒരു ഏരിയ നേടിക്കഴിഞ്ഞു, മറ്റ് കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു അംഗീകാരത്തിൻ്റെ ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കും. അതൊക്കെ വലിയ തെറ്റാണ് എന്നൊന്നും ഉള്ള പക്ഷം എനിക്കില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ പറയാത്തൊരു വിഷയം ഞാനിപ്പോൾ ഓർത്തപ്പോൾ പറയാണ്, നമ്മൾ എത്രയോ യുദ്ധങ്ങൾ ജയിച്ചിരിക്കുന്നു ഇന്ത്യ ഇതിനു മുമ്പ്, അല്ലേ? പക്ഷെ നമ്മൾ സമീപകാലത്ത് യുദ്ധങ്ങൾ ജയിച്ചാൽ ഭരിക്കുന്ന ആളുകളിലേക്ക് അത് നേരിട്ട് പെട്ടെന്ന് എത്തുന്നുണ്ട്. അവർ ഇറങ്ങി യുദ്ധം ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങളിൽ അങ്ങനെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ. ഞാൻ കേട്ടു വളർന്നത് വളരെ മുമ്പ് മിലേ സുർ മേര തുമാര സുർബനെ ഹമാര എന്ന് പറയുന്ന ദൂരദർശനിലെ പാട്ടാണ്. അത് ഒരു പരിധി വരെ നിങ്ങൾ ഈ പറയുന്ന ഞാൻ നീ നാം എന്ന് പറയുന്ന പോലെ നമ്മൾ രണ്ടുപേരുടെയും ശബ്ദം ഒന്നു ചേർന്ന് നമ്മൾ ഒന്നാകുന്നു എന്ന് പറയുന്നിടത്ത് നിന്നും വ്യക്തി പൂജ അല്ലെങ്കിൽ വ്യക്തിപരമായ ഭക്തിഗാനങ്ങൾ, അത് ഏത് മീറ്ററിൽ ഇറങ്ങിയാലും നിങ്ങൾ തപ്പിയാൽ കിട്ടും. 10, 20, 30 മില്യൺ വ്യൂസ് എത്തുന്ന ഭക്തിഗാനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് സിനിമാക്കാർ അതിനകത്ത് അഭിനയിച്ച് വരുന്നുണ്ട്. അതിനകത്ത് PR എന്ന പേരിൽ സിനിമയിലും, എൻ്റെ മേഖല അതുകൊണ്ടാണ് പറയുന്നത്, പ്രൊപ്പഗൻഡ മൂവീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം വലിയ തോതിൽ വന്നു കഴിഞ്ഞു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഓഡിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 2 കാര്യം കൂടി. ഈ ഒരുപാട് പൈസയുള്ളവർക്ക് ഇതുപോലത്തെ പ്രൊഫഷണൽ ഏജൻസികൾ വെച്ച് വളരെ ഗംഭീരമായിട്ട് ഈ PR നടത്താൻ കഴിയും. അപ്പോൾ കുറച്ചു കാലം മുമ്പ് ഒരു വലിയ വ്യവസായി അദ്ദേഹത്തിൻ്റെ മകനെ ലോഞ്ച് ചെയ്യാൻ എടുത്തൊരു തന്ത്രം വളരെ ഇതായിരുന്നു. ഒരു സിനിമ നടിയും അദ്ദേഹത്തിൻ്റെ ഈ മകനുമായിട്ട് ഡേറ്റ് ചെയ്യുകയാണ് എന്നൊരു വാർത്ത അവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഒരു വളരെ നോവലായിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ കേരളത്തിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു വ്യവസായിയുടെ മകളെയാണ് ലോഞ്ച് ചെയ്യാൻ താല്പര്യം എന്ന് പറഞ്ഞാൽ പിഷാരടി സഹകരിക്കുമോ? എന്താണ്? കേട്ടില്ല. ഈ വ്യവസായി മകനെ ലോഞ്ച് ചെയ്യാൻ ഒരു നടിയുമായി ഡേറ്റ് ചെയ്യുന്നു എന്നൊരു പരസ്യ കമ്പനിയുമായി ചേർന്ന് ഒരു കഥയുണ്ടാക്കിയെന്നുള്ളതാണ്. കേരളത്തിൽ ഒരാൾ ഒരു മകളെ ലോഞ്ച് ചെയ്യാൻ പിഷാരടിയുടെ സഹായം തേടിയാൽ സഹകരിക്കുമോ? ഞാനുമായിട്ട് ഡേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുത്താനോ? ഞാൻ സമ്മതിക്കില്ല. ഇത് ഭാര്യ കാണുമെന്ന് പേടിച്ചിട്ടാണ്? ഭാര്യ കാണുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഇതിനിടയിൽ എവിടെയോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 26 കൊല്ലവും ഞാൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളരെ ബോധപൂർവം എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ പരിപാടികളിൽ നിന്നും ഒഴിവാക്കിയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലൊരു ആവശ്യം വന്നാൽ ഞാൻ ചെയ്യത്തില്ല. അല്ല, അതുപോലെ കേട്ടിട്ടുള്ളതാണ് ഈ വലിയ പൈസക്കാര് അവരുടെ ബർത്ത്ഡേ പാർട്ടികൾ, കല്യാണ പാർട്ടികൾ, ഇതിലൊക്കെ എനിക്ക് സിനിമാക്കാരൊക്കെ ആയിട്ട് വലിയ ബന്ധമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിചയം ഉണ്ടായിരിക്കില്ല, പക്ഷെ അവരെ പൈസ കൊടുത്ത് അവിടെ വിളിക്കുമെന്ന്. നേരത്തെ പറഞ്ഞാൽ ഒരു പരസ്യത്തിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോകുന്ന പോലത്തെ പണി പോലും ഇതിലില്ല. വെറുതെ പോയി ഫുഡ് അടിച്ചൊരു ഫോട്ടോ എടുത്ത് വരാം. അതിന് പിഷാരടി നിന്ന് കൊടുക്കും? അതൊക്കെ ചിലപ്പോൾ നിന്ന് കൊടുക്കും. അത് മറ്റൊരാളുടെ അതുപോലുള്ള ഉദ്ദേശമല്ല. കല്യാണത്തിന് വിളിക്കുക എന്ന് പറയുന്നത് വിളിച്ചു, അവർ കല്യാണത്തിന് നല്ല പന്തലിട്ടു, നല്ല വാടകയ്ക്ക്. നമ്മൾ തന്നെ കല്യാണത്തിന് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ അത്യാവശ്യം നല്ല കാറും, കല്യാണത്തിൻ്റെ ദിവസം എല്ലാ ദിവസവും ലുങ്കി എടുത്ത് നടക്കുന്നു, സ്യൂട്ടിട്ട് നിൽക്കുകയും ഗൗണിട്ട് നിൽക്കുകയും നല്ല മുണ്ട് ഷർട്ടൊക്കെ ഇട്ടും വളരെ മര്യാദക്കാരനായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിലുള്ള ഒരു ഷോ ഓഫിൻ്റെ കല്യാണത്തിൻ്റെ ദിവസം മാത്രമല്ല കാറിൽ പൂ വെച്ച് അലങ്കരിക്കുള്ളൂ, അടുത്ത ആഴ്ച പൂ വെച്ചോണ്ട് ആരെങ്കിലും പോവോ? അപ്പം അതുപോലൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് അവിടെ ചെല്ലുന്നതിന് അതിൽ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പോവാറുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ ദാരിദ്ര്യം
പറയുന്നത് PR-ന്റെ ഒരു രൂപമായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഇപ്പൊ കഴിഞ്ഞ ദിവസം മനു ജോസഫിന്റെ ഒരു സെഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയായിരുന്നു ഈ 10 രൂപയായിട്ട് മുംബൈയിൽ വന്ന് കോടീശ്വരനായി എന്ന് കഥ പറയുന്ന അതൊരു വലിയ PR-ആയി സെല്ല് ചെയ്യുന്ന ധാരാളം കോടീശ്വരന്മാർ മുംബൈയിലുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് നടന്ന ഒരു പ്രധാന കാര്യം ചിലപ്പോൾ അവർ പറയില്ല എന്താണ് അതായതെന്ന്. അപ്പോൾ അങ്ങനെ ഈ ദാരിദ്ര്യത്തിന് ഇപ്പോഴും നല്ല മാർക്കറ്റ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ദാരിദ്ര്യത്തിന് നല്ല മാർക്കറ്റ് ഉണ്ട്. ദാരിദ്ര്യത്തിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത് പല ആൾക്കാരെയും സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ട് ധനികനായ ശേഷം വളരെ കഷ്ടപ്പെട്ട് പാവപ്പെട്ടവനായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അതിനേക്കാളും കഷ്ടമാണ്. പക്ഷെ അത് ആളുകൾക്ക് അറിയാവുന്നവർ ചില ഇന്റർവ്യൂവിലൊക്കെ പണ്ട് ഞാൻ അവിടെ എങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ കിടന്നപ്പോൾ എന്നൊക്കെ പറയുന്നതിനപ്പുറം അങ്ങനൊരു കാശ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ അവരുടെ ചിലവ് വർദ്ധിപ്പിക്കും, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളായിട്ട് തന്നെ ജീവിക്കുകയുള്ളൂ. ഈ ദാരിദ്ര്യം പറയുന്നത് അവരിൽ ഒരാളാണ് ഇയാളെന്ന് തോന്നലുണ്ടാക്കാനാണ്. വളരെ സിമ്പിളായിട്ട് എനിക്ക് അവരെയൊക്കെ മനസ്സിലാക്കാൻ ഞാൻ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിനൊക്കെ പോകുമ്പോൾ ചില സ്ഥാനാർത്ഥികളുടെ പ്ലസ് പോയിന്റായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെ അറിയാവുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന പാവങ്ങളിൽ പാവപ്പെട്ടവനായി ഈ പാവപ്പെട്ടവനെ വിജയിപ്പിക്കൂ എന്ന് പറയും. ശരിക്കും പാവപ്പെട്ടവന്റെ പ്രശ്നം എന്താ? പൈസ ഇല്ല. ഇവനേക്കാളും പാവപ്പെട്ടവനെ ഇവര് ജയിപ്പിക്കുന്നത്. പിടുത്തം കിട്ടിയോ? പൈസ ഉണ്ടാക്കാൻ അറിയുന്നവന് വേണ്ടേ വോട്ട് ചെയ്യാൻ. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മുടെ പ്രശ്നം അറിയാവുന്ന നമ്മളെക്കാൾ പാവപ്പെട്ട അയ്യോ അവന് വോട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ചെറുതായിട്ട് കിട്ടും. ഇപ്പം നോക്കൂ, പണ്ടൊക്കെ ഞങ്ങളെ കോളേജിലൊക്കെ പല പരിപാടിക്ക് ഇനാഗുറേഷൻ വിളിക്കുമായിരുന്നു. ഇപ്പം ഇനാഗുറേഷൻ ഇച്ചിരി കുറവാണ്. ഇപ്പം ചില ഡിജിറ്റൽ താരങ്ങളെയാണ് ഇവർ കൊണ്ടുപോകുന്നു. ഇവരവിടെ കൊണ്ടുപോയി ഡാൻസ് കളിപ്പിക്കുന്നു, വട്ടം കറക്കുന്നു, കാടിക്കുന്നു, ഇത് കൊണ്ടുപോകുന്നു. ഇവിടെയും ഞാനോ അല്ലെ മറ്റൊരാളെ പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മൾ കൊള്ളാം കേട്ടോ എന്ന് സമ്മതിക്കേണ്ടി വരും ആദ്യം. ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ എന്തായാലും ഇവനേക്കാൾ ഭേദമാണ് ഞാൻ എന്നൊരു വലിയ സന്തോഷം കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ മനസ്സിൽ കിട്ടും. ഇടുതം കിട്ടിയോ? ആ സന്തോഷം അപ്പുറത്ത് കൊടുക്കാനാണ് ഈ ദാരിദ്ര്യം പറയുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊക്കെ പറയണത് ഉള്ള ദാരിദ്ര്യം കേട്ടോ, മറ്റേ PR ദാരിദ്ര്യമല്ല. പക്ഷെ കണ്ടാ പറയില്ലല്ലോ. അങ്ങനെ കണ്ടാ പറയില്ല. ദാരിദ്ര്യം കണ്ടു മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കൂടിയ ആൾക്കാരിൽ 1-2 പേരുടെ ഒരു ചോദ്യം എടുക്കാൻ തോന്നുന്നു. മൈക്കുണ്ടെങ്കിൽ മൈക്ക് അവരിലേക്ക് എത്തുന്ന ആ ഗ്യാപ്പിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതനുസരിച്ച് ഈ PR-ന്റെ തന്ത്രങ്ങൾ നമ്മുടെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണോ ഇല്ല എന്നാണോ നമ്മൾ കുറച്ചേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നല്ല തന്ത്രം നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലായാൽ ആ തന്ത്രം കൊള്ളൂല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിക്കും നിങ്ങൾക്കും അത് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെയാന്ന് പറയാൻ എനിക്കും അറിയില്ല. പക്ഷേ പണി നടക്കുന്നുണ്ട്. മൈക്ക് കിട്ടിയോ? മൈക്ക് എത്തിയോ? നമസ്കാരം റാഷിദ്. നമസ്കാരം. ഫ്രം വയനാടാണേ. പിഷാരടിയോട് പലർക്കും ചോദ്യം ചോദിക്കാൻ ഒരു മടി ഉണ്ടാവുന്നത് തിരിച്ച് നല്ല ട്രോള് കിട്ടുന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആരും മൈക്ക് വാങ്ങാന്നിരുന്നത്. അപ്പൊ അങ്ങനെ ട്രോള് തിരിച്ചു കിട്ടിയാൽ ഏറ്റുവാങ്ങാൻ സന്നദ്ധനായിട്ടാണ് എന്റെ ഒരു ചോദ്യം. അതൊക്കെ ആരോപണങ്ങളാണ്. എന്നെ പറ്റി മറുപക്ഷം പറഞ്ഞു പരത്തിയ സാധനങ്ങൾ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ എന്നോട് ചോദ്യം ചോദിക്കരുത്, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കൂ. ഓക്കെ. പിന്നെ പിഷാരടിയുടെ പ്രോഗ്രാമുകളിൽ പിഷാരടിയെ ട്രോളാൻ വളരെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നമ്മുടെ കേശവൻ മാമനൊക്കെ ധാരാളമായി കൊടുത്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ അതിൽ വരുന്ന പല ആളുകൾക്കും വളരെ സ്വതന്ത്രമായിട്ട് പിഷാരടി വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ട്രോളി കണ്ടിട്ടുണ്ട്. അതൊരു പിഷാരടിയുടെ PR വർക്കിന്റെ ഭാഗമാണോ? അതാണ് ചോദ്യം. അത് അവന്മാരെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണ്. ഞാൻ പൈസ കൊടുത്ത് എന്നെ ട്രോളു എന്ന് പറഞ്ഞ് ഇതുവരെ അങ്ങനെ ചെയ്യിച്ചിട്ടില്ല. അവർക്ക് ഞാൻ ഇതിന് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എന്നുള്ള ബോധ്യം വരുന്നതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൈസ മുടക്കി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ മേൽനോട്ടത്തിലുള്ള ഡയറക്ടർമാർ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന ടെലികാസ്റ്റ് ചെയ്ത പരിപാടിയുടെ കീഴെ ചില ദിവസങ്ങളിൽ നമ്മുടെ മുഖം കണ്ടിട്ട് പുതിയ പിള്ളേർ കയറി വരുമ്പോൾ അവൻ്റെ മുഖം കണ്ടോ എന്നൊക്കെ ഉള്ള കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ടെന്നുള്ളതാണ്. ഇത് മുഴുവൻ ഞാൻ ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ ഒരു PR ഇല്ല. ഞാൻ പലരെയും എൻ്റെ മിമിക്രികളിൽ പല കാലങ്ങളിൽ ഇത് ചെയ്തു വന്നിട്ടുള്ളതാണ്. ഞാൻ ചെയ്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യരുത് എന്ന് ഞാൻ വാശി പിടിക്കുന്നത് നീതിയല്ല എന്നുള്ളത് കൊണ്ടും ഞാൻ വളരെ നിർദോഷകരമായിട്ടാണ് ഇത് പല കാലത്തും ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ചെയ്ത പലതും അങ്ങനെ തന്നെ നിർദോഷമാണെന്നുള്ളത് കൊണ്ടും എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഉണ്ടോ ഇനി ആരേലും? അടുത്ത ചോദ്യം. മറ്റൊരു ധീരൻ. ഹായ്. ഹായ്.
ധീരൻ അല്ലേ? ധീര ഞാൻ അടിപൊളിയായിട്ട് പാലക്കാടാണ്. 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 ഞാൻ ജനിച്ചത് പാലക്കാടാണ് കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞേ. അതുകൊണ്ടാണ് നീ വന്നേ? അല്ല, അതുകൊണ്ടല്ലേ വന്നത്, ഇവിടെ ജോലി ചെയ്യുന്നത്. ഒന്ന് പറയാനുള്ളത്, അമൃത ടിവിയിലെ ഓർമ്മയിൽ ഉള്ള പരിപാടി വമ്പൻ പരിപാടിയാണ്. അതിനൊരു പ്രത്യേക അഭിനന്ദനം. അത് ചെയ്യുന്നതില് വെറുതെ ചെയ്യല്ല, നന്നായി പഠിച്ച് മനസ്സിലാക്കി ചെയ്യണം. അത് വളരെ സന്തോഷം. കാണാത്ത കുറെ ആളുകളെ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ PR-ന്റെ കാര്യം പറഞ്ഞു. എല്ലാവരും PR ആണ് ചെയ്യുന്നത്. ഇപ്പൊ രമേശ് പിഷാരടിനെ ഇവിടെ കൊണ്ടുവരാൻ മനോരമ ഉദ്ദേശിച്ചത് ഒരു PR തന്നെയാണ്. കാരണം ആൾക്കാർ കൂടണമല്ലോ, എന്നാലല്ലോ രമേശ് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കൂടുന്ന എല്ലാവർക്കും അറിയാം. അതൊരു PR-ന്റെ ഭാഗമാണ്. ഇനി സിനിമയിൽ ചില PR വർക്കുകളുടെ കാര്യമൊക്കെ നമ്മളോട് സംസാരിച്ചു. ഈ റിവ്യൂ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. പല ആൾക്കാരും പറയാറുണ്ട്, ഈ പടത്തിന് എനിക്ക് ഇത്ര രൂപ പ്രൊഡ്യൂസർ തരാമെന്ന് പറഞ്ഞു, ഞാൻ പോസിറ്റീവ് പറഞ്ഞാൽ ഈ പടത്തിന് ഇത്ര. അതിനെക്കുറിച്ച്, റിവ്യൂയെ കുറിച്ച് എന്താണ് രമേശ് ചേട്ടന്റെ ഒരു അഭിപ്രായം? റിവ്യൂവിനെ കുറിച്ചാണോ പൈസ കൊടുത്ത് നല്ലത് പറയുന്നതിനെ കുറിച്ചാണോ നിങ്ങളുടെ ചോദ്യം? രണ്ടും, റിവ്യൂവിനെ കുറിച്ചും പൈസ കൊടുത്ത് നല്ലത് പറയുന്നതിനെ കുറിച്ചും. പിന്നെ ഒരു കാര്യം കൂടി, പുതിയ സിനിമ വല്ലതും ഉണ്ടോ, പ്രതീക്ഷിക്കാൻ കഴിയുമോ, അതുകൂടി. ഈ റിവ്യൂവിനെ കുറിച്ച് പറയുന്നതിനകത്ത് നമ്മൾ എപ്പോഴും റിവ്യൂ പറയുന്ന ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. റിവ്യൂ സിനിമ കണ്ടിട്ട് അത് കൊള്ളുകയോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവൻ 100 രൂപ മുടക്കി അല്ലെങ്കിൽ 50 രൂപ മുടക്കി ടിക്കറ്റ് എടുത്ത ഒരുത്തന് ഒരു സിനിമയെ കുറ്റം പറയാൻ പറ്റും. പക്ഷേ ഈ കുറ്റം പറയുന്നതിനെ പിന്തുണച്ചും അതിനുവേണ്ടി കമന്റ് ഇടുന്ന ആൾക്കാരുടെയും ടോട്ടൽ സാമൂഹ്യ മാധ്യമത്തിൽ പൊളിഞ്ഞ ഒരു സിനിമയെ കുറ്റം പറയാൻ അധികാരമുണ്ട് പൈസ മുടക്കി കണ്ടവന് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വച്ചുകൊണ്ട് നിങ്ങൾ ചീത്ത വിളിച്ചതിന്റെ എണ്ണം നോക്കിയാൽ അത്രയും പേര് ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് 100 കോടിയുടെ പടമായിരിക്കും. ഞാൻ പറഞ്ഞൊരു കണക്ക് മനസ്സിലാവുന്നുണ്ടോ? സിനിമ കണ്ടവന് ചീത്ത പറയാം. ഉച്ചവരെ ഒരു സിനിമ പൊളിഞ്ഞെങ്കിൽ എല്ലാം കൂടെ കേരളത്തിലുള്ള 100 തിയേറ്ററിലും കൂടെ എത്ര പേരത് കണ്ടു കാണും? അത്രയും പേരല്ലേ കറക്റ്റായിട്ട് ചീത്ത വിളിക്കാൻ പറ്റുള്ളൂ. ഇത് കാണാത്ത ആളുകൾ പാമ്പിനെ തല്ലുന്ന പോലെ ആദ്യത്തെ അടി മാത്രം ഒരുത്തൻ അടിച്ചാൽ മതി. പിന്നെ ചത്ത് കഴിഞ്ഞാലും ചിലർ വടിയായിട്ട് വന്ന എൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഒരു അടിയും കൂടെ കൊടുത്തേക്കാന്നും പറഞ്ഞ് അടിക്കാൻ വേണ്ടി വരും. അപ്പോൾ റിവ്യൂവിനകത്ത് ഇറങ്ങി ഞാൻ കാണാത്ത പൊളിഞ്ഞുപോയ ഒരു സിനിമയെ പറ്റി ഒരു റിവ്യൂ എനിക്ക് പറയാൻ അധികാരമുണ്ടോ എന്ന് വേണമെങ്കിൽ പറയുന്നവനെ ചിന്തിക്കാം. അധികാരമുണ്ട്, പറഞ്ഞാലും കുഴപ്പമില്ല. അതാണ് റിവ്യൂവിൽ എനിക്ക് തോന്നുന്നു. പിന്നെ പൈസ കൊടുത്ത് പറയിക്കുക എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് കുറ്റം പറയിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു പടത്തിന്റെ ടീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു സിനിമ മോശമാണെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രചരണം വരുന്നുണ്ടെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു വഴി ഇതിന്റെ നിർമ്മാതാവിന് ഇത് നല്ലതാണെന്ന് ഒപ്പത്തിനൊപ്പം ആൾക്കാരെ കൊണ്ട് പറയിക്കൽ മാത്രമാണ്. വേറെ വഴിയില്ല. ഞാനീ പറഞ്ഞു, ഇതൊരു 1-2 എണ്ണമല്ല ഇത് വരുന്നത്. ഈ ചീത്തവിളിയുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ്. നമ്മളൊരു സാധാരണക്കാരനത് അനുഭവിച്ചിട്ടില്ല. ഇത് സോഷ്യൽ ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് നേരിടേണ്ടി വരും. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്ത് PR ചെയ്യുന്നതിലും തെറ്റില്ല. വഴിയരികിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് പോലെ കാലത്തിനനുസരിച്ച് മാറ്റം കൊണ്ടുണ്ടായ ഒരു കാര്യമാണ് PR എന്ന് പറയുന്നത്. സിനിമ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ചിലപ്പോഴടുത്ത് വല്ലതും ഉണ്ടാവും. സിനിമ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പല പണികൾ നീക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പടം ചെയ്തപ്പോൾ വെള്ളപ്പൊക്കം വന്നു. ഞാൻ രണ്ടാമത്തെ പടം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. അപ്പോൾ ഞാൻ വേറൊരു ബസ്സിൽ കയറി കുറേ ദൂരം യാത്ര ചെയ്തതാണ്. പിന്നണിയിലേക്ക് മാറി 5-6 മാസം നിന്നാനുള്ള സാമ്പത്തിക ഭദ്രമായിട്ട് എനിക്ക് അടുത്ത പടം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് വൈകിയത്. അതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഓവർ പ്രൊമോഷൻ, ഈ പറഞ്ഞ ചില ആൾക്കാർക്ക് ഇവർ ഇത്രയും വലിയ പ്രൊമോഷൻ നടത്തി എന്നാൽ ഇതിനൊന്ന് വിമർശിച്ചേക്കാം എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ടോ ചില സിനിമകൾക്കെങ്കിലും? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. വ്യക്തിപരമായ ശത്രുത കൊണ്ട് അവൻ ചെയ്യുന്ന വേറെ കാര്യങ്ങൾക്കൊക്കെ ചീത്ത വിളിക്കാറുണ്ട് ആൾക്കാർ. ഞാൻ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ ശേഷം കുറെ നാൾ ഞാൻ വെറുതെ ചിരിച്ചോണ്ടിരിക്കണ ഫോട്ടോ നീ പോടാന്ന് പറഞ്ഞ് കമന്റ് ഇടുമായിരുന്നു. അതൊരു PR ഒന്നുമല്ല. അവൻ എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടണില്ല. അത് എന്റെ കുഴപ്പമല്ല, എന്റെ രാഷ്ട്രീയം അവന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അപ്പൊ അതുപോലെ വരുന്നതായിരിക്കുള്ളൂ. ചോദ്യം ഉണ്ടോ? മൈക്ക് എത്തിക്കട്ടെ. അപ്പൊ അതിനിടയ്ക്ക് ഈ ചാരിറ്റി നല്ലൊരു PR അല്ലേ പിഷാരടി? ഇപ്പോ ഒരുപാട് പേര് ആൾക്കാർ പറയും ആള് ദുഷ്ടനാണെങ്കിലും കുറെ പേരെ സഹായിക്കുന്നു, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നാടോടിക്കാറ്റ് സിനിമയിലെ കരമന ജനാർദ്ദനന്റെ ചെയ്ത കഥാപാത്രം ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഈ കഞ്ചാവ് കൃഷിയുടെ ഒക്കെ ഇടയിൽ അനാഥാശ്രമം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു വിധയ്ക്ക് ജീവിച്ചു പോകുന്നതെന്ന് പറഞ്ഞ പോലെ അതൊരു ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, PR ആയിട്ട് ചെയ്യുന്നവരുണ്ട്. രണ്ട് ചെയ്താലും അതിന് ആത്യന്തികമായി ചെറിയൊരു റിസൾട്ട് ആരൊക്കെയോ നല്ലത് അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ തൊടാൻ ഉദ്ദേശിക്കുന്നില്ല. ചെയ്യുന്നവർ കുറവാണ്. ചെയ്യുന്നവരെ നമ്മൾ കുറ്റം പറയുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അവൻ ചെയ്തോട്ടെ. അതുകൊണ്ട് അവന് നല്ല പേരുണ്ടാകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും അവൻ ചെയ്തതിനും പിടിക്കപ്പെടും. പക്ഷേ ആത്യന്തികമായി ഒരുത്തൻ എവിടെയോ ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ കൂട്ടിക്കഴിച്ച് നോക്കിയാലും
നല്ല കാര്യം അവസാനം നല്ല കാര്യമായി തന്നെ ആ ഫിൽറ്ററിന്റെ മേളിൽ വേറെ കിടക്കും, ബാക്കി എല്ലാം താഴത്തേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യട്ടെ, ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എവിടെ മൈക്ക് വന്നോ? ആ, പാലക്കാടാണോ? അല്ല, ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോടാണ്. നമസ്കാരം. നമസ്കാരം. പിഷാരടിയോടാണ്. അതായത് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും പിഷാരടി കരിയറിലൊരു പീക്കിലാണ് കുറച്ചു കാലമായി നിൽക്കുന്നതെന്ന് സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്ന തിരിച്ചു പറയൂ. പിഷാരടിയുടെ ടോട്ടൽ കരിയർ വന്ന് 26 വർഷത്തെ, ഇതില് ഒരു പീക്കിലാണ് പിഷാരടി കുറച്ചു കാലമായി നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരുപാട് പേര് അതുപോലെ വിചാരിക്കുന്നു എന്ന് തോന്നുന്നു. പറഞ്ഞത് നെഗറ്റീവായി തോന്നരുത്. ഹൈപ്പോത്തറ്റിക്കലി ഏതെങ്കിലും ഭാവിയിൽ മനുഷ്യന്റെ സ്വാഭാവിക പരിണാമത്തിൽ പിഷാരടിയുടെ ഡിമാൻഡും പിഷാരടിയുടെ പീക്കും ഒന്ന് താണു വരുമ്പോൾ പിഷാരടി PR ഏജൻസിയെ സമീപിച്ച് വീണ്ടും പഴയതിലോട്ട് പൊക്കിയ ഒരു ശ്രമം ഭാവിയിൽ നടത്താൻ സാധ്യതയുണ്ടോ? എനിക്ക് PR ഏജൻസിയെ സമീപിച്ച് ചെയ്താലും അവസാനം ഞാൻ സ്റ്റേജിൽ വന്ന് ചെയ്യണ സാധനം നന്നാവണം. അതൊരു PR ഏജൻസിക്ക് ചെയ്തു തരാൻ പറ്റുകയില്ല. ഈ സിനിമയുടെ PR-മായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ വിഷയം അവിടെയാണ്. നിങ്ങൾ നല്ലവനാണ് ഞാൻ എന്ന് കുറെ എഴുതിയിട്ടാലും എന്നെ നിങ്ങൾ വിളിക്കാണ്ടാവുന്ന ഒരവസ്ഥ വരും. ഞാൻ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നല്ല കണ്ടന്റ് തരിക എന്ന് പറയുന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ നല്ല കണ്ടന്റ് ചെയ്തിട്ടും എവിടെ എത്തുന്നില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ അതാണ് ഇതിന്റെ ഈ ഡിജിറ്റൽ സ്പേസിൽ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഒരുപാട് പേരുടെ പല കാര്യങ്ങൾ വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് ചാനൽ. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുകയാണ്, ഇതൊന്ന് ഷെയർ ചെയ്യണേ എന്ന് പറഞ്ഞ് വരും. ഞാൻ ചെയ്യും. ഞാൻ ഷെയർ ചെയ്ത ഒരു സാധനവും ഇതുവരെ വൈറലായിട്ടില്ല. വൈറലായ ഒരു സാധനവും ഞാൻ ഇതുവരെ ഷെയർ ചെയ്തിട്ടുമില്ല. ഇതെങ്ങനെയാണ് ഇതിന്റെ കണക്കെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഞാൻ അത് ചെയ്യാൻ സാധ്യത കുറവാണ്. എനിക്ക് നല്ല പരിപാടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ PR തന്നെത്താൻ സംഭവിച്ചോളും എന്നാണ് എൻ്റെ വിശ്വാസം. ചോദ്യം. മൈക്ക്. ഹലോ. ആ സാർ. ഞാൻ എഡിസൺ ഫ്രം ഞാറിക്കൽ NP നായർപ്പെടുന്ന വരുന്നത്. നമസ്കാരം സാർ. മൈക്ക് ചേർത്ത് പിടിച്ച് ചോദിക്കണേ. സീരിയസ് ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. വടിവേൽ തമിഴ്നാട്ടിൽ വന്ന് രാഷ്ട്രീയം ജയലളിതയ്ക്ക് അഗൈൻസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി ഇല്ലേ? കേട്ടില്ല, എന്തായിരുന്നു? വടിവേലു ജയലളിതയ്ക്ക് അഗൈൻസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നടനമേ സ്റ്റോപ്പാക്കപ്പെട്ടു. ഇവിടെ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ പിണറായി വിജയൻ ഈ കരുത്തുകൂടി കാണിച്ചപ്പോൾ എന്താ പറഞ്ഞ അടിച്ച് തല വെട്ടിച്ചപ്പോൾ അതിനെ നവകേരളത്തിൽ പറഞ്ഞത് അദ്ദേഹം ജനസേവ എന്ന് പറഞ്ഞു, രക്ഷാപ്രവർത്തനം. അതിനെപ്പറ്റി നിങ്ങൾ ഈ സെലിബ്രിറ്റീസ് വൈ കാണ്ട് റിയാക്ട്? ഒരു വാക്ക് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. ചെയ്യേണ്ടതല്ലേ? കാരണം അത് സേഫ് സോൺ നോക്കുന്നുണ്ടാണ് ആരും പ്രതികരിക്കാത്തെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പുറത്തെ മമ്മൂട്ടി മോഹൻലാൽ നിങ്ങൾ എല്ലാവരും തന്നെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല? അത് ഈ നമ്മുടെ വടിവേലിനെ പോലെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പേടിച്ചാണോ? ഇത്രയധികം വളരെ ധൈര്യമായി ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ് എന്ന്, എൻ്റെ രാഷ്ട്രീയം ഇതാണെന്ന് തുറന്നു പറഞ്ഞ് കലാമേഖലയിൽ നിൽക്കുന്ന എന്നോട് ഇത് പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കുഴപ്പമില്ല. പക്ഷേ ഈ പ്രതികരണത്തിൻ്റെ ഒരു വിഷയം, എല്ലാത്തിനോടും എല്ലാവരും പ്രതികരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് അദ്ദേഹം പറഞ്ഞു. പിന്നെ അത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ഇപ്പം നിങ്ങളുടെ വായി പഴമായിരുന്നു എന്ന് പിന്നെയും ചോദിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഈ രണ്ട് കാര്യങ്ങളും. ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിന്റെ ശരിതെറ്റുകളെ കുറിച്ച് സമൂഹത്തിന് ഒരു ബോധ്യമുണ്ട്. അതൊരു ഹെഡിങ് ഇട്ട് ഒരാൾ വീണ്ടും അത് തന്നെ എടുത്ത് പറയേണ്ട ആവശ്യകതയില്ല. പുതുതെന്തെങ്കിലും പറയാനുണ്ടോ, നമ്മൾക്ക് പുതുതായി എന്തെങ്കിലും സമൂഹത്തിനോട് പറയാനുണ്ടോ എന്നുള്ളത് അല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞത് ശരിയായി അല്ലെങ്കിൽ ഈ പറഞ്ഞത് തെറ്റായി എന്ന് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി കൊടുക്കുന്നതിനപ്പുറം, എന്നിട്ട് അതിനുശേഷം വീണ്ടും നമ്മൾ ചീത്തവിളി കേൾക്കുന്നതിനപ്പുറം ഒരു ഉദാഹരണം പറയാം എന്താണ് അതിന്റെ കാരണമെന്നുള്ളത്. പള്ളുരുത്തി സ്കൂളിലൊരു വിഷയം ഉണ്ടായില്ലേ, ഹിജാബിന്റെ വിഷയം ഉണ്ടായില്ലേ? അറിഞ്ഞിരുന്നോ? പള്ളുരുത്തിയിലെ സ്കൂളിൽ ഒരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും. ഒരു സംസ്ഥാനം മുഴുവൻ, കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമന്റ് ബോക്സിന്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ്. ഒരു സിനിമാടൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളൂ. അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈഡ് വേഷമുള്ള ഫിലോമിന ചേച്ചി പറയുന്ന ഒരു ഡയലോഗുണ്ട്, സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത്.
പിടുത്തം കിട്ടിയോ? ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയാണ്, നമ്മളിവിടെ പല പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെതന്യാഹുവും UNOയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ അനാവശ്യമായി ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും മറ്റുള്ളവരെ തമ്മിൽ വഴക്കിടി. ഈ ഇടയ്ക്ക് തിലകൻ ചേട്ടൻ നെടുമുടി വേണുചേട്ടനെ പറ്റി പറയുന്ന ഒരു വീഡിയോ, എന്തോ അദ്ദേഹം നെടുമുടി വേണുചേട്ടനെ പറ്റി അത്ര നല്ലതല്ല പറയുന്നത്, അതിന്റെ താഴെ ആയിരക്കണക്കിന് പേര് തർക്കിക്കുകയാണ്. ഈ രണ്ടുപേരും ഒന്നും ജീവിച്ചിരിപ്പില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമയം കളഞ്ഞ് നമ്മൾ തർക്കിക്കും. നമുക്ക് അടുത്തിരിക്കുന്നവനെ എങ്ങനെ സ്നേഹിക്കാം, ഒപ്പം നിൽക്കാം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അങ്ങ് രോഗത്തിന്റെ അപ്പുറത്തെ അറ്റത്തെ കാര്യവും ഇപ്പുറത്തെ അറ്റത്തെ കാര്യവും. അദ്ദേഹം ഒരു ചോദിച്ചു, മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ശരിയോ തെറ്റോ എന്ന് നമുക്കെല്ലാം അറിയാം. ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനോ മറ്റൊരു സന്ദർഭത്തിലോ നിയമസഭയിൽ പ്രതിപക്ഷങ്ങളൊക്കെ പറയുന്നതിനപ്പുറം നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐക്യത്തെ വല്ലാതെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അഭിപ്രായങ്ങൾ കുറയുന്നതാണ് നല്ലത് വലിയ ആൾക്കാരുടെ എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത് കേട്ടോ. പേടിച്ചിട്ടല്ല അവരത് ചെയ്യാത്തത്. അവരുടെ കമന്റ് ബോക്സിലും കൂടെ ഒരു സാധാരണക്കാരായ ആൾക്കാരുടെ തർക്കഭൂമിയായി അവരുടെ കമന്റ് ബോക്സ് മാറുമെന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യാത്തത്. ചോദ്യങ്ങളുണ്ടോ? ഇനി സമയമായെന്ന് തോന്നുന്നു. എന്താ പറയുക, 5 മിനിറ്റ്. ഇവിടെ നമസ്കാരം വിശാലേട്ടാ. ഇവിടെ നമസ്കാരം ഉണ്ട്. പിന്നെ ഒരുപാട് പ്രൊഫഷണൽ ഏജൻസിയാണ് ഇപ്പൊ PR ലീഡ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുകൊണ്ട് പറയുന്നത്. അപ്പോ വളരെ മുൻകാലഘട്ടങ്ങളിൽ തന്നെ ഒരു ഓർഗാനിക് PR ചെയ്തുണ്ടാക്കിയ 2 പേഴ്സ് അല്ലെങ്കിൽ ഒരു പേഴ്സാണ് പിഷാരടിയായിട്ടും നമ്മുടെ ബോൾഗാട്ടി ധർമ്മജനും. അതില്ലാതെ ഒരു ഓർഗാനിക് ഓർഗാനിക് PR ചെയ്തതല്ല, ഓർഗാനിക് PR ഉണ്ടായത് മേ ബി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഓർഗാനിക് PR ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പെയർ ഇനി അടുത്തതായിട്ട് ഏതെങ്കിലും പുതിയ സിനിമയിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി പ്രൊഡക്ഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആവിർഭാവം. ഞാനൊരു സമയം കഴിഞ്ഞപ്പോൾ ഞാനും ധർമ്മനും ഞങ്ങൾക്ക് പരസ്പരം ബാധ്യതയായി. എന്നെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അവൻ എവിടെയെന്ന് ചോദിക്കുന്നു, അവനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഞാൻ എവിടെയെന്ന് ചോദിക്കുന്നു. ഇത് ബാധ്യതയായപ്പോൾ ഒരു ദിവസം ഒരു തീരുമാനം എടുത്തതാണ്, നമുക്ക് വെറുതെ ഒരുപാട് ഒരുമിച്ച് നടക്കണ്ട എന്നുള്ളത്. ഞങ്ങളുടെ സൗഹൃദം ഇപ്പോഴും അതേപോലെ കട്ടിയായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ആ സമയത്ത് TV സാറ്റലൈറ്റ് ചാനലുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത്. എൻ്റെ ഹിറ്റ് പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് റോട്ടിൽ ആൾ കുറയുമായിരുന്നു, ആൾക്കാർ സന്ധ്യയ്ക്ക് വീട്ടിൽ കയറുമായിരുന്നു. അപ്പോൾ അത് ഓർഗാനിക്കായിട്ട് TV അങ്ങനെയുള്ള സാധനങ്ങൾ ആൾക്കാർ കാണുകയും സ്വാഭാവികമായി നമ്മളോട് ഇഷ്ടം തോന്നുകയും ചെയ്തതാണ്. കൃത്രിമമായിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഉടനെ ഒന്നും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു പരിപാടിയും വരാനുമില്ല. ഈ നേരത്തെ ഈ അറ്റാക്ക് വരുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് തോന്നിയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ സൈബർ അറ്റാക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് അതൊരു വലിയ PR സാധ്യതയും കൂടിയാണ്. എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നു, അപ്പോൾ എന്നെ അല്ല, ശരിക്കുള്ള അറ്റാക്കുകൾ നടക്കുന്നുണ്ട്, അത് വേണം എന്നല്ല. അപ്പൊ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആൾക്ക് ഐക്യദാർഢ്യമായിട്ട് ഒരു വലിയ നിര വരുന്നു. ഇതൊക്കെ വലിയൊരു PR അല്ലേ? അറ്റാക്കുകൾ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന ആർക്കും നാളെയും മറ്റന്നാളുമായിട്ട് മമ്മൂക്കയും ലാലേട്ടനെയും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരു 5 ദിവസം തുടർച്ചയായി ചീത്ത വിളിച്ചവർ ഓൺലൈനിൽ അവരുടെ 2ന്റെയും പാഠം വിളിച്ച് മമ്മൂക്കയ്ക്ക് ഒരു തുറന്ന കത്തുമായി ഗോപിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരും. ഒരു 10-25 ദിവസം കഴിയുമ്പോൾ പതുക്കെ പുള്ളി ജനകീയമാവും. അതിനുശേഷം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് നല്ലവനായി മാറാം. വളരെ എളുപ്പത്തിൽ ഈ സൈസ് സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. നിങ്ങൾ ഇന്നിപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിൽ വരുന്ന ഒരാളോ അല്ലെങ്കിൽ അല്ലാത്ത ചില താരങ്ങളോ കേൾക്കുന്ന ചീത്തയുടെ അളവ് താങ്ങുന്നതിൻ്റെ റിവാർഡാണ് അവരുടെ പ്രശസ്തി എന്ന് പറയുന്നത്. അത് കേൾക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സാർ, കേട്ടാലേ മനസ്സിലാവുള്ളൂ. വലിയ പാടാത്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് ഒരു ലാസ്റ്റ് ചോദ്യം ഉണ്ടെങ്കിൽ, ഒറ്റ ചോദ്യം കൂടി, ലാസ്റ്റ് ചോദ്യം. അവിടെ ആയിരിക്കേ. നമസ്കാരം, ഞാൻ കൊല്ലത്ത് നിന്ന് വരികയാണ്. നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട പിഷാരടി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ അതിവിദഗ്ധനാണ്. ആയതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ അങ്ങയുടെ കൂടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഈ കൊടുക്കുന്ന മറുപടിയിൽ അസംതൃപ്തരായി ശത്രുക്കളായി മാറിയിട്ടുണ്ടോ?
കൊടുക്കുന്ന മറുപടിക്ക് അസംതൃപ്തനായി അങ്ങനെ ശത്രുക്കളായിട്ടില്ല. ഞാൻ അത്ര ശത്രുത വരുന്ന രീതിയിൽ കൊടുക്കാറില്ല, നർമ്മം വരുന്ന രീതിയിലൊക്കെ തോന്നാറുള്ളൂ. നമ്മളങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ലൈവ് പരിപാടികളിൽ നമ്മൾ പറയുന്നതിനും കുഴപ്പമുണ്ട്. ഒരേ ഒരിക്കൽ മാത്രം ചോദിച്ചോണ്ട് ഇതും കൂടെ പറഞ്ഞ അവസരം, ഒരു പരിപാടിക്ക് ഞാനൊരു നറുക്കെടുപ്പ് നടത്തുകയാണ്. നറുക്കെടുപ്പ് നടത്തിയിട്ട് ഏതോ ഒരു നമ്പർ പറഞ്ഞു. അവിടെ എന്തോ ഒരു ജ്വല്ലറി സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ്, ഒരു ഗോൾഡ് കോയിനോ മറ്റാണ് സമ്മാനം. ഞാനപ്പോൾ ഇതാണ് നമ്പർ എന്ന് പറഞ്ഞപ്പോൾ പുറകിൽ നിന്ന് ഒരുത്തൻ യെസ് എന്ന് പറഞ്ഞ് കൈ കാണിച്ചു. ഞാൻ ആ ചേട്ടൻ ഒരു കൈ ഇടി കൊടുത്തേന്നൊക്കെ പറഞ്ഞു. ആ ചേട്ടൻ നടുക്കൂടെ നടന്നു വന്നിട്ട് ഇതിൽ ഇറങ്ങി അങ്ങ് പുറത്തേക്ക് പൊക്കളഞ്ഞു. ഞാൻ അങ്ങ് ചമ്മിപ്പോയി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായിപ്പോയി കഴിഞ്ഞിട്ട് 2 പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആരോടും പറയണ്ടേ, ഞാൻ വീണ്ടും സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് സന്തോഷിക്കാനാണ്, ചിരിക്കാനാണ്. നമ്മൾ 2 പാട്ട് മുമ്പ് ആ നറുക്കെടുപ്പ് നടന്നപ്പോൾ ഒരു ചേട്ടൻ സമ്മാനം എനിക്കാണ് കിട്ടിയതെന്നും പറഞ്ഞ് നമ്മളെല്ലാം വന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഒരു വലിയ ചിരി സമ്മാനിച്ചു. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? സന്തോഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ചു. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ സമ്മാനം ഈ ജ്വല്ലറി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിലെ വേദിയിലേക്ക് വിളിച്ച് കയറ്റിയ ശേഷം ഞാൻ പറഞ്ഞു, ഒരു സമ്മാനമില്ല, എന്നെ പറ്റിച്ചതിന് ഞാൻ തിരിച്ചു പറ്റിച്ചാന്ന് പറഞ്ഞു. അവൻ എന്നെ ഇടിക്കാൻ വന്നേ. ഷോ കഴിഞ്ഞിട്ട് ഇവൻ പോകുന്നില്ല, ഓഡിറ്റോറിയത്തിന് ചുറ്റും അവൻ എവിടെയെന്നും ചോദിച്ചു എന്നെ ഇടിക്കാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് ഞാൻ ഏതോ വഴി കയറി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ആ ചോദ്യത്തിന് എനിക്ക് ഒരു ഓർമ്മ വന്ന സംഭവം ഇതേ ഉള്ളൂ. അല്ലാതെ കാര്യമായ ശത്രുത ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ട് അത്രയും തട്ടുമ്പോൾ ഒരു ചെറിയ തട്ട് കുറെ വർഷങ്ങളായില്ലേ. അപ്പൊ ഈ സെഷൻ അവസാനിച്ചതിന് ശേഷം ഞാൻ ചോദിക്കണം എന്ന് വെച്ചൊരു ചോദ്യമാണ്. ഇപ്പൊ അതിന്റെ ഉത്തരം ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് ഈ വലിയ ചെലവൊന്നും ഇല്ലാതെ നമ്മളെല്ലാവരും ഓരോ തരത്തിൽ മത്സരത്തിന്റെ രംഗത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. ഒരു ലോ കോസ്റ്റ് വഴിയിൽ ഒരു PR നടത്താനുള്ള എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടോ? ലോ കോസ്റ്റിൽ PR ചെയ്യുന്നത് നമ്മളെപ്പറ്റി നല്ലത് പറയുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ മോശം പറയുക എന്നുള്ളതാണ്. അവൻ പെട്ടെന്ന് താഴെ വരും. അതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനിത് ചെയ്യണം? ഞാൻ എവിടെയോ പറഞ്ഞതുപോലെ വലിയ താമസമില്ലാതെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷറികളിൽ ഒന്നായി മാറും പ്രൈവസി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലക്ഷറി നിങ്ങൾക്ക് പ്രൈവസി ആയി മാറും. നിങ്ങൾ PR ചെയ്തോ അല്ലാതെയോ ജനകീയനായി മുഖപരിചയമുള്ളവനായ ശേഷം ഒരുപാട് സ്വാതന്ത്ര്യങ്ങളിൽ നിന്നും നിങ്ങളില്ല. നല്ല 4K ഫോണാ, എത്ര ദൂരം ഇപ്പോഴൊക്കെ സൂമൊക്കെ ചെയ്യുന്നതെന്നറിയാവോ? ഞാൻ ഏതോ ഹോട്ടലിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരിക്കൽ റീലിൽ നോക്കുമ്പം തീറ്റ എന്ന് പറഞ്ഞ് ഇതുപോലത്തെ തീറ്റ എന്നൊക്കെ പറഞ്ഞ് KPSC എഴുതി ചേച്ചിയുടെ ടോൺ ഇട്ടിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന റീൽ വന്നിരിക്കുന്നത്. ഇവൻ എവിടുന്നാ ഷൂട്ട് ചെയ്തതെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് പലതരത്തിൽ വരും. നമ്മൾ 24 മണിക്കൂറും അഭിനയിക്കേണ്ട അവസ്ഥ വരും. 24 മണിക്കൂറും അവിടെ ഒരു ക്യാമറ ഉണ്ട്, ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അവിടെ നിന്ന് ഒരുത്തം നമ്മളെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, മോളിൽ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ട് കൃത്യമായി പണമാക്കി മാറ്റാനും കൃത്യമായി അതുകൊണ്ട് പ്രയോജനവും ഉണ്ടെങ്കിൽ മാത്രം വളരെ കഷ്ടപ്പെട്ട് ഇത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആകുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നിർത്താൻ തോന്നുന്നു അല്ലേ ജയമോഹ? ആ നല്ല വാക്കുകൾ നമ്മളിവിടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ പിഷാരടി. ഒപ്പം കേട്ടിരുന്ന നിങ്ങൾ ചോദ്യം ചോദിച്ചവർക്കും കേട്ടിരുന്നവർക്കും മനോരമയുടെ 4000 അണിയറക്കാർക്കും എല്ലാവർക്കും എൻ്റെയും ആത്മാർത്ഥമായ നന്ദി. ആദ്യം പറഞ്ഞതുപോലെ എന്തെങ്കിലും പഠിച്ച് അതിവിടെ ഒന്ന് പറയുക എന്നുള്ളതിനപ്പുറം നമുക്ക് ഒന്നിച്ചിരിക്കാൻ, കൂടാൻ, വർത്താനം പറയാം. ഇതൊക്കെ വലിയ സന്തോഷമുള്ള സുവർണ അവസരങ്ങളല്ലേ. നന്ദി.